ശരി, ശ്രീ ആസിഫ് അലി, അതായത് ഈ പ്രോസിക്യൂഷന്റെ അപേക്ഷ കിട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പോ ഈ സാമ്പത്തിക കുറ്റകൃത്യം കൈകാര്യം ചെയ്യുന്ന കോടതി വഴിയായിരിക്കും ഇതിന്റെ വിചാരണകൾ നടക്കുക എന്ന് കരുതുന്നു. അത് എപ്പോഴായിരിക്കും നടക്കാൻ സാധ്യത? എന്നോടാണോ? അതെ, ശ്രീ അഡ്വക്കേറ്റ് ആസിഫ് അലി. ശരിയാണ്. ഇനിയിപ്പോ അനിവാര്യമായത് സംഭവിക്കും. കാരണം SFIO അന്വേഷണത്തെ ചോദ്യം ചെയ്തു, നടന്നില്ല. അതിന്റെ മുകളിൽ സുപ്രീം കോടതി പോയില്ല, കാരണം അതിന്റെ റിസൾട്ട് അറിയാം. ദില്ലി അന്വേഷണം സ്റ്റേ ചെയ്യാൻ വേണ്ടി ഡൽഹി ഹൈക്കോടതിയിൽ കർത്തയോടൊപ്പം പോയി, നടന്നില്ല. ആ സ്റ്റേ കൊടുക്കാത്തതിനെ ചോദ്യം ചെയ്ത് സുപ്രീം കോടതി പോയില്ല, അതിന്റെ റിസൾട്ട് അവർക്കറിയാം. ഇപ്പോൾ അനിവാര്യമായി നടന്നിരിക്കുന്നു. കേന്ദ്ര ഗവൺമെന്റ് പെർമിഷൻ കൊടുത്തു, അന്വേഷണത്തെ കഴിഞ്ഞു, കുറ്റപത്രം കൊടുത്തിരിക്കുന്നു, കോടതിയിൽ ഹാജരാവണം. ഇനി ഇത് ചാലഞ്ച് ചെയ്തിട്ട് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും വാ, അപ്പൊ കാണാം. കാരണം ഇവിടെ പ്രശ്നം എന്താണ്? ഇതൊരു ടെക്നിക്കൽ ഒഫൻസ് ആണ്. പണം വാങ്ങി, സമ്മതിക്കുന്നു. എന്തിനു വാങ്ങി? ഒരു കാരണവുമില്ല. ഇതൊന്നും ഒരു വാമടി കൊണ്ട് കെട്ടിപ്പൊക്കിയ കേസല്ല ഈ SFIയുടെ കേസ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, SFIയുടെ ഈ 447 എന്ന് പറയുന്നത് ഇനി വീണ്ടും കുറ്റങ്ങൾ വരാൻ പോവുകയാണ്. കാരണം ഇതൊരു PMLR പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് അനുസരിച്ചുള്ള ഷെഡ്യൂൾഡ് ഒഫൻസ് ആണ് കമ്പനി ആക്ടിലെ 447. ഈ പണം ആർജിച്ചിരിക്കുന്നത് കുറ്റകൃത്യം ചെയ്ത് ആർജിച്ചിരിക്കുന്ന പണമാണ്. അതിന് മുകളിൽ മണി ലോണ്ടറിംഗ് ആക്ട് അനുസരിച്ച് കേസെടുക്കാൻ ബാധ്യസ്ഥരാണ് ED. അതിന് രക്ഷപ്പെടാൻ പറ്റില്ല. പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട്, പബ്ലിക് സർവന്റ് ഓർ എനി അതർ പേഴ്സൺ എക്സ്ചേഞ്ച് പ്രോപ്പർട്ടി, അതിൽ ഈ വീണ വാങ്ങിയ പണം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പബ്ലിക് സർവന്റായ പിണറായി വിജയനാണ്. അതാണ് ഫൈലിംഗ് സെറ്റിൽമെന്റ് ബോർഡിന്റെ. അത് ചാലഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പോഴും ആ ഫൈലിംഗ് അവിടെ നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ പണം എങ്ങനെ വാങ്ങി എന്നത് ഡിസ്പ്രോപ്പോർഷനിന്റെ വരവിൽ കവിഞ്ഞ സ്വത്ത് ഈ 2,78,00,000 കണക്ക് പറയേണ്ടത് പിണറായി വിജയനാണ്. ദാറ്റ് ഈസ് വാട്ട് ലോ സേസ്.